ഇന്നൊരു ലാവ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് സാധാരണ ചെയ്യുന്ന പോലെയുള്ള ഒരു ലാവ കേക്ക് അല്ല കേട്ടോ. ക്രീം കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്ത് ചെയ്തതാണേ. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം 1/2 kg ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1-2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ആഡ് ചെയ്ത് കൊടുത്ത് അത് 3 തവണ അരിച്ച് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ യെല്ലോ കളർ മാറി വൈറ്റ് കളർ ആകുന്നത് വരെ ബീറ്റ് ചെയ്യാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി മുട്ടയിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദ 2 തവണയായി ചേർത്ത് കൊടുത്ത് പതിയെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായി ടാപ്പ് ചെയ്ത ശേഷം ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഗനാഷ് റെഡിയാക്കിയെടുക്കാം. ഇവിടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷും തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഡയറി മിൽക്കിൻ്റെ ഫാമിലി പാക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് നല്ല തിളപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അത് മെൽറ്റായി വരട്ടെ. ഇനി 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിൽ 3/4 കപ്പ് തിളപ്പിച്ച വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അത് മെൽറ്റാവാനായിട്ട് മാറ്റി വെക്കാം. സ്പഞ്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി 3 ലെയറിൻ്റെയും നടുക്കുള്ള ഭാഗം ഇതുപോലെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ 1/2 കപ്പ് ക്രീം 2 ടേബിൾ സ്പൂൺ റെഡിയാക്കി വെച്ച ഡാർക്ക് ഗനാഷ് കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തതാണ്. ഒരു പ്ലേറ്റിലാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ബോർഡ് എടുത്താലും മതി. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റ് ഒഴുകി പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഞാൻ പ്ലേറ്റ് എടുത്തത്. പ്ലേറ്റിൽ ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അകത്തുള്ള വിടവിലൊക്കെ ഇതുപോലെ ക്രീം ആക്കി കൊടുക്കണം കേട്ടോ. ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് സ്പോഞ്ചിലേക്ക് അബ്സോർബായി പോകാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 3 ലെയറും വെച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി ക്രീം വെച്ച് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഫ്രിഡ്ജ് സെറ്റാവാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സെറ്റാവാതെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ട് 3 ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ലാവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് നോക്കിയാലോ. ഇതിലെ മിൽക്ക് ഗനാഷ് ശരിക്കും ഒഴുകി വരാത്തതിൻ്റെ കാരണം മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ച ശേഷം കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത്. അവൻ കളിക്കാൻ പോയ സമയത്താണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഞാൻ വന്നിട്ട് അമ്മ ഇത് കട്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞത് കാരണം കുറേ സമയം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒഴുകി വന്നതിൻ്റെ കൂടെ മിൽക്ക് ചോക്ലേറ്റും ഇതുപോലെ ഒഴുകി വരേണ്ടതായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലാവ കേക്കിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.